ഇനിയിപ്പോൾ ചിക്കൻ കബാബ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊന്നും പോയി കാശൊന്നും മുടക്കിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാം. മിക്സിൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് തന്നെ നമ്മളൊരു ഹാഫ് ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പിടി നമ്മുടെ മല്ലി ലീവ്സ്, കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതേപോലെ തന്നെ കുറച്ച് സിർക്ക കൂടി ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയിൽ നിന്ന് മാറ്റിയെടുക്കുക. അതിലേക്ക് ഒരു ഹാഫ് സ്പൂണ് നമ്മുടെ മുളക് പൊടിയില്ലേ, സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി പൊടിയായാലും കുഴപ്പമില്ല. അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നതാണെങ്കിൽ നിങ്ങളതിലേക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിനാണ് നമ്മൾ പുറത്ത് പോയി ഒരുപാട് കാശൊക്കെ കൊടുത്തിട്ട് നമ്മൾ വാങ്ങി കഴിക്കുന്നുള്ളത്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ. നമ്മൾ നന്നായിട്ടൊരു നൈസായിട്ട് അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒരു തരി പോലെയൊക്കെ വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ കുറച്ച് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കൈക്ക് ഇങ്ങനെ പറ്റിപ്പിടിക്കും. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലെടുക്കുക. ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പാണ് എടുക്കുന്നുള്ളത്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. എന്നിട്ട് മുട്ടയും ഉപ്പും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മളതിനെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യുകയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്കെല്ലാം ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാം. നമുക്ക് ഒരു 15 ഡേയ്സൊക്കെ ഫ്രീസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഫ്രീസ് ചെയ്തിട്ടുണ്ട്, നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ കഴിച്ച സംഭവം സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് വെറുതെ ഈവനിങ് ആയും ഗസ്റ്റൊക്കെ വന്നാലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. സംഭവം സൂപ്പറാണ്. നെക്സ്റ്റ് വീഡിയോ